നമസ്കാരം. ആഴ്ചക്കാഴ്ചയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ ചില സുപ്രധാന വാർത്തകളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. കാണാം ആഴ്ചക്കാഴ്ച. കഞ്ചിക്കോട് ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളെ യാതൊരു കാരണവുമില്ലാതെ തല്ലിയ അധ്യാപകനെ പിരിച്ചുവിടണമെന്ന് പുതുശ്ശേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. PT പീരീഡ്സിൽ കളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളെയാണ് കായിക അധ്യാപകൻ സാദിഖ് ക്രൂരമായി ചൂരൽ കൊണ്ട് അടിച്ചത്. 16 പെൺകുട്ടികൾ ഉൾപ്പെടെ 27 കുട്ടികളെ മർദ്ദിച്ചെന്ന രക്ഷിതാക്കളുടെ പരാതിയിൽ വാളയാർ പോലീസ് കേസെടുത്തു. മാതൃകയാക്കേണ്ട അധ്യാപകർ തന്നെ ഇത്തരം പ്രവണതകൾ സ്വീകരിക്കുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടാകരുത്. ഇതേ അധ്യാപകനെതിരെ മുൻപും അധ്യാപികമാർ പരാതി പറഞ്ഞിട്ടും ഇത് സംഘടനകൾ ഒതുക്കി തീർക്കുകയാണുണ്ടായത്. കഞ്ചിക്കോട് സ്കൂൾ CPM പാർട്ടി ഓഫീസാക്കി കൊണ്ടുപോവുകയാണെന്നും ഇടത് അധ്യാപക ജീവനക്കാർ അതിന് ചുക്കാൻ പിടിക്കുകയാണെന്നും INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ പറഞ്ഞു. പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ സന്ദർശിച്ച നേതാക്കൾ അധ്യാപകനെ പിരിച്ചുവിടുന്നവരെ സമരരംഗത്തുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. ജില്ലാ സെക്രട്ടറിമാരായ കളത്തിൽ കൃഷ്ണൻകുട്ടി, വിജയ്, ഹൃദയരാജ്, മണ്ഡലം പ്രസിഡന്റ് PB ഗിരീഷ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് P മുരുകാനന്ദൻ, INTUC ജില്ലാ ഭാരവാഹികളായ N മുരളീധരൻ, രാംകുമാർ, യൂത്ത് കോൺഗ്രസ് മലമ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ഓമന, ക്രൂസ് വിമല, പ്രതിഭ, നേതാക്കളായ സുദർശൻ, സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്വച്ഛ സർവേഷന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭ വരച്ച ചിത്രങ്ങൾക്ക് മുന്നിൽ റെയിൽവേ കോൺട്രാക്ട് നൽകിയ കരാറുകാരൻ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച വിഷയം നഗരസഭ കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി. രേഖാമൂലം ചിത്രം വരയ്ക്കാതിരുന്നത് നഗരസഭയുടെ ഉത്തരവാദിത്തമില്ലായ്മയാണെന്ന് BJP കൗൺസിലർ EP നന്ദകുമാർ പറഞ്ഞു. റെയിൽവേ നഗരസഭയോട് കാണിച്ചത് അധിക്ഷേപം പോലെയായി പോയെന്നാണ് കോൺഗ്രസ് കൗൺസിലർ K കൃഷ്ണകുമാർ പറഞ്ഞത്. വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും ADRMുമായി സംസാരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ അധികൃതരും വ്യക്തമാക്കി. സ്വച്ഛ സർവേഷന്റെ ഭാഗമായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുൻവശത്തുള്ള ചുമരിൽ ഷൊർണൂർ നഗരസഭ വരച്ച ചിത്രങ്ങൾക്ക് മുന്നിൽ റെയിൽവേ കോൺട്രാക്ട് നൽകിയ കരാറുകാരൻ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച വിഷയം വാർഡ് കൗൺസിലർ ബിന്ദുവാണ് കൗൺസിൽ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ADRMുമായി സംസാരിച്ചത് പ്രകാരമാണ് നേരത്തെ ചിത്രങ്ങൾ വരച്ചതെന്നും ബോർഡുകൾ നീക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ അധികാരികൾക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും സെക്രട്ടറി PS രാജേഷ് മറുപടി അറിയിച്ചു. എന്നാൽ ഈ വിഷയത്തിൽ നഗരസഭയുടെ ഉത്തരവാദിത്തമില്ലായ്മയാണെന്ന് BJPയിലെ EP നന്ദകുമാർ ചൂണ്ടിക്കാട്ടി. നിയമപ്രകാരം രേഖാമൂലം ചിത്രങ്ങൾ വരയ്ക്കുകയായിരുന്നുവെങ്കിൽ ഈ സ്ഥിതി വരില്ലായിരുന്നുവെന്നും EP നന്ദകുമാർ പറഞ്ഞു. ഉത്തരവാദിത്തമില്ലായ്മ നമ്മളോട് പറഞ്ഞില്ല. ഇവിടെ മാത്രമല്ല, നാളെ റെയിൽവേ ചെയ്യും. നാളെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഇടപെടിയുടെ ചുമതല നമുക്ക് പറയാം, ഇറിഗേഷൻ ചുമതല നമുക്ക് പറയാം. ഇവിടെ എല്ലാം അടിയന്തരമായി നമ്മൾ കത്ത് കൊടുത്ത് രേഖാമൂലം അതിന് പെർമിഷൻ എടുക്കണമെന്നാണ് അല്ലെങ്കിൽ ഈ രീതിയ ചിത്രങ്ങളെല്ലാം കൊണ്ടും ആരെങ്കിലും അവരവരുടേതായ രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് ഒരുപാട് അതായത് ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും നമ്മളൊരു എതിരഭിപ്രായം ആലോചിച്ചു. ആരാണെങ്കിലും ഈ വിഷയത്തിൽ നഗരസഭയോടൊപ്പം നമ്മൾ നിൽക്കും. പക്ഷേ നഗരസഭ ചെയ്യുന്ന ചില കാര്യങ്ങൾ റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് റെയിൽവേയാണ് അത് വേറൊരു നിയമം മറ്റു കാര്യങ്ങൾ. റെയിൽവേ നഗരസഭയോട് കാണിച്ച അധിക്ഷേപം പോലെയായിപ്പോയെന്ന് കോൺഗ്രസിലെ കൗൺസിലർ K കൃഷ്ണകുമാറും പറഞ്ഞു. റെയിൽവേ അധികാരികളുമായി നഗരസഭാ അധികാരികൾ വീണ്ടും സംസാരിക്കണമെന്നും K കൃഷ്ണകുമാർ പറഞ്ഞു. ചന്തത്തിലുമൊക്കെ ചെയ്തിട്ട് അതിന്റെ മേലെ ഒന്നിനും ഇല്ലാത്ത എന്തെങ്കിലും ഒരു ബന്ധപ്പെട്ട ബോർഡുകളാണ് ഈ പോട്ടെ, അത് ഇത് ലേലം കൊടുത്ത കോൺട്രാക്റ്റുകാരന്റെ ബോർഡുകൾ നടുന്നതിനെ വെച്ച് നമ്മുടെ മൊത്തം ചിത്രങ്ങൾ മറച്ചപ്പോ ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു പരിഹാസ രൂപത്തിലാണ് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കരാറുകാരൻ ഒരു കാര്യം ആലോചിക്കേണ്ടതായിരുന്നു, അയാളുടെ പരസ്യം ഒരു ബോർഡിൽ ഒതുക്കിക്കൊണ്ട് ഈ നറുനുറുന്ന ബോർഡുകൾ വെച്ച് ചെയ്യുന്ന ഒരു രീതി ശരിയായ രീതിയല്ല. അതേസമയം സെക്രട്ടറിയും താനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും വൈസ് ചെയർമാൻ VK അനുരാജ് പറഞ്ഞു. കരാറുകാരൻ തികച്ചും മര്യാദക്കേടാണ് കാണിച്ചത്. ശനിയാഴ്ച ഷൊർണൂരിൽ എത്തുന്ന ADRമുമായി ഈ വിഷയം സംസാരിച്ച ശേഷം തുടർ നടപടികൾ ആലോചിക്കുമെന്നും VK അനുരാജ് പറഞ്ഞു. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ നാട്ടിലാണല്ലോ നമ്മൾ പൊതുപ്രവർത്തനം നടത്തുന്നത് എന്നൊരു തിരിച്ചറിവാണെന്ന് തോന്നി. സാധാരണ അന്നം കഴിക്കുന്ന ആളും അത്യാവശ്യം നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കൊക്കെ അറിയാം, ആ സ്ഥലത്ത് ഇവര് പരസ്യം വേണമെങ്കിൽ ഒരു ബോർഡ് വയ്ക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ പരസ്യം കഴിക്കണം, ഇതാ ബോർഡ് മറയ്ക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൊണ്ട് ചെയ്തതാണ്. ഇപ്പൊ എന്താ വെച്ചാൽ നമ്മള് അവര് ചിന്തിക്കണ പോലെ അവരുടെ ഇതിപ്പോ ചെയ്താണെന്ന് ഒരു നിലവാരമൊക്കെ നമ്മൾ ആലോചിച്ചപ്പോ
നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാവുന്നതോടാണുള്ള ഒരു മനുഷ്യൻ ഇടപെട്ടാൽ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്നത്. ഇത് നിലവിൽ സ്വച്ഛദോഷം പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടൊരു പരസ്യം. നഗരസഭയുടെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ വൈകിട്ട് 6 മണിക്ക് ശേഷം ഡോക്ടർമാർ ചികിത്സയ്ക്ക് ഇല്ലാത്ത വിഷയം അടക്കമുള്ള കാര്യങ്ങളും കൗൺസിൽ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നു. 41 അജണ്ടകളും 5 സപ്ലിമെൻ്ററി അജണ്ടകളും ഉൾപ്പെടെ ആകെ 46 അജണ്ടകളാണ് തിങ്കളാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിന് മുൻപാകെ വന്നത്. നാടിനെ ഇളക്കിമറിച്ച നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ വിധി പ്രസ്താവന വന്നത് തിങ്കളാഴ്ചയായിരുന്നു. നാടാഗ്രഹിച്ച തൂക്കുകയർ തന്നെ ചെന്താമരയ്ക്ക് ലഭിച്ചു. പ്രതിവാദങ്ങൾ പാടെ തള്ളിയ പാലക്കാട് സെഷൻ കോടതി ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രസ്താവം നടത്തിയത്. തൂക്കുകയറിന് പുറമെ പ്രതി 20 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി പറഞ്ഞു. 2025 ജനുവരി 27 നെന്മാറ പോത്തുണ്ടി തിരുത്തംപാടം ബോയൻ കോളനിയിൽ സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും കൊലപാതകത്തിലാണ് പ്രതി ചെന്താമരയ്ക്ക് തൂക്കുകയർ വിധിച്ചത്. 450 പേജുള്ള കുറ്റപത്രത്തിൽ കേസിൽ 82 സാക്ഷികളെ വിസ്തരിച്ചു. 2019 ഓഗസ്റ്റ് 31 സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട ചെന്താമര ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. പ്രതി ചെന്താമര കൊലപാതകത്തിന് വ്യക്തമായ പദ്ധതിയിട്ടുവെന്ന പ്രോസിക്യൂഷൻ വാദവും പ്രതി മാനസാന്തരപ്പെടാൻ സാധ്യതയില്ലെന്ന മാനസികരോഗ വിദഗ്ധന്റെ റിപ്പോർട്ടും പരിഗണിച്ച കോടതി പ്രതി സമൂഹത്തിന് ശല്യക്കാരനാണെങ്കിൽ വധശിക്ഷ നൽകാമെന്ന വിവിധ ഹൈക്കോടതി പ്രസ്താവനകളും കോടതി നിരീക്ഷിച്ചു. സാക്ഷികൾ കൂറുമാറാതിരിക്കാനായി അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകളും കോടതി മുഖവിലക്കെടുത്താണ് കോടതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചത്. ചെന്താമരയ്ക്ക് വധശിക്ഷ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും വിധി നടപ്പാക്കും വരെ ഭയമാണെന്നും സുധാകരന്റെ മക്കളായ അതുല്യയും അഖിലയും കൊല്ലപ്പെട്ട സജിതയുടെ സഹോദരി സരിതയും പ്രതികരിച്ചു. ചെന്താമര ജയിൽ ചാടാനുള്ള സാധ്യതയുണ്ടെന്ന ആശങ്കയും ഇവർ പങ്കുവച്ചു. ചെന്താമരയ്ക്ക് വധശിക്ഷ ലഭിച്ചതിൽ സന്തോഷമുണ്ട്. അമ്മ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് അച്ഛൻ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊന്നത്. അതുകൊണ്ട് തന്നെ ചെന്താമരയിൽ ജയിൽ ചാടാനും തങ്ങളെ കൊല്ലുമെന്ന ഭയവുമാണ് അതുല്യയ്ക്കും അഖിലയ്ക്കുമുള്ളത്. ഉറ്റവരാരുമില്ലാത്ത പോത്തുണ്ടിയിലേക്ക് ഇനി പോകുന്നില്ലെന്നും ഇവർ പറഞ്ഞു. പോത്തുണ്ടിയിലെ എല്ലാവർക്കും ചെന്താമരയെ ഭയമാണ്. ചെന്താമര ജയിൽ ചാടുമോ എന്ന ഭയമുണ്ടെന്നും അഖിലയെയും അതുല്യയെയും ഇനി പോത്തുണ്ടിയിലേക്ക് വിടുന്നില്ലെന്നായിരുന്നു സരിതയുടെ പ്രതികരണം. സുധാകരന്റെ രണ്ടാമത്തെ മകൾ അഖിലയ്ക്ക് സർക്കാർ ജോലി നൽകണമെന്ന കോടതി നിർദ്ദേശം ചെന്താമരയുടെ വധശിക്ഷയും എത്രയും വേഗം നടപ്പിലാക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അത് കോടതി അതേപോലെ ഇതാക്കി. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അത് അതേപോലെ ഇതാക്കി. പിന്നെ വക്കീലിന്റെ മേലെ എല്ലാവരുടെ നന്ദി പറയണം. ഇത്രയും കഷ്ടപ്പെട്ടത് അയാൾക്ക് വധശിക്ഷ തന്നെ കൊടുത്തതില്. ഞങ്ങൾ പോകണമെന്നില്ല അങ്ങനെ വെച്ചിരിക്കുന്ന അച്ഛൻ്റെ എല്ലാവരുടെ ഓർമ്മ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോകണില്ല. ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ പോകുന്നത്. ഞങ്ങൾക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഒരുപാട് നന്ദിയുണ്ട് ജഡ്ജിക്കായാലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത പോലീസിനായാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇയാൾക്ക് വധശിക്ഷ കൊടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വധശിക്ഷിക്കപ്പെട്ട 38ാമത്തെയാളാണ് ചെന്താമര. അതുകൊണ്ട് വധശിക്ഷ വർഷങ്ങൾ നീണ്ടുപോകാനുള്ള സാധ്യതയാണുള്ളത്. ചെന്താമരയ്ക്ക് വധശിക്ഷ ലഭിച്ചതിൽ വിധിയിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജയകുമാർ പറഞ്ഞു. കേസിൽ നിന്നും തടി തപ്പാനുള്ള ചെന്താമരയുടെ ശ്രമം വിജയിച്ചില്ലെന്നും വിജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ചെന്താമരയുടെ മാനസിക ശാരീരികാവസ്ഥ, കൊലപാതക രീതി എന്നിവയെല്ലാം കോടതി പരിഗണിച്ചു. സുധാകരിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ ചെന്താമരയെ പ്രകോപിപ്പിക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് നിരീക്ഷിച്ച കോടതി കൊലപാതക രീതിയും പരിശോധിച്ചു. പ്രതിഭാഗവാദങ്ങൾ പാടെ തള്ളി പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചതിലും ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകിയതിലും സന്തോഷമുണ്ടെന്ന് പ്രോസിക്യൂട്ടർ വിജയകുമാർ പറഞ്ഞു. എല്ലാം പൂർണ്ണമായും തള്ളി നമ്മൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് മുഴുവനായിട്ടും ഏറ്റെടുത്തിട്ടുള്ളതുമാണ്. കോടതിയിൽ നേരത്തെ പരിഗണിച്ചു. അതായത് എല്ലാ കാര്യങ്ങളും, അതായത് കുട്ടികളുടെ റീഹാബിലിറ്റേഷനും പ്രതിയുടെ സ്വഭാവ രീതിയും സംഭവങ്ങൾ നടത്തിയ രീതിയും പിന്നെ അയാൾക്ക് ഒരു റീമോഴ്സിനോ റീഹാബിലിറ്റേഷനോ യാതൊരു സ്കോപ്പില്ല എന്നും അതിനുകൂടാതെ അയാൾ കൽപ്പിച്ചുകൂട്ടി ചെയ്തതാണ് എന്നുള്ളതടക്കം കോൾഡ് ബ്ലഡഡ് മർഡറാണ് എന്നുള്ള അടക്കം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ശിക്ഷയിൽ ഇളവ് ലഭിക്കാതിരിക്കാൻ ജാഗ്രതയോടെ പ്രവർത്തിച്ചെന്ന് കേസ് അന്വേഷണ മേധാവി ഡിവൈഎസ്പി മുരളീധരനും പറഞ്ഞു. രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ ദുഃഖത്തേക്കാൾ വലുതല്ല അന്വേഷണ വിജയത്തിനുള്ള സന്തോഷമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാഹചര്യങ്ങളുടെയും ശാസ്ത്രീയമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് 450 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. കേസിന്റെ ഓരോ ഘട്ടത്തിലും പ്രതി രക്ഷപ്പെടാതിരിക്കാനായി ജാഗ്രത പാലിച്ചു.
പ്രതി ഇടംകയ്യനാണോ വലംകയ്യനാണോ എന്ന് കൃത്യമായി ഉറപ്പിച്ചു. സാക്ഷികൾ കൂറുമാറാതിരിക്കാനായി ശേഖരിച്ച ഗൂഗിൾ ടൈംലൈൻ കോടതി അംഗീകരിച്ചതിലൂടെ പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കാനും സാക്ഷികൾ കൂറുമാറാതിരിക്കാനും കാരണമായി. പ്രതിക്ക് എതിരായി വരുന്ന ചോദ്യങ്ങൾ ചോദിക്കാതിരുന്ന പ്രതിഭാഗം വക്കീലിന്റെ നീക്കം മുൻകൂട്ടി കണ്ട് കോടതി നടപടികളിൽ ട്രയൽ റൺ നടത്തിയിരുന്നുവെന്നും ഡിവൈഎസ്പി മുരളീധരൻ പറഞ്ഞു. എല്ലാ കണ്ടെത്തലും കോടതി ശരിവെച്ചു. അതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കേസിൽ ChatGPT ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തു പ്രതിഭാഗം വക്കീൽ. അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റി. പിന്നെ എന്തായാലും ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടുമെന്ന് തന്നെ അതായത് പ്രതീക്ഷിച്ചിരുന്നു. 2025 ഫെബ്രുവരി 3-ാം തീയതി നമ്മുടെ പാലക്കാട് DPOയിൽ വെച്ച് ഹരിശങ്കർ സാറ്, പഴയ DIG സാറ്, ഒരു മോക്ക് ട്രയൽ നടത്തിയിരുന്നു. അതായത് അദ്ദേഹം പ്രതിഭാഗം വക്കീലും പിന്നെ പഴയ SP അജിത് കുമാർ സാറ് ജഡ്ജിയും ഞാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ. അന്ന് അദ്ദേഹം ചോദിച്ച ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതലൊന്നും ഇവിടെ ചോദിച്ചില്ല എന്നുള്ളതാണ് കാര്യം. ഡിവൈഎസ്പി മുരളീധരൻ, ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഗ്, R രാജേഷ്, SI സന്തോഷ്, ASIമാരായ രാജേഷ്, കൃഷ്ണദാസ്, SCPOമാരായ ഷിബിൻ, ശിവപ്രകാശ്, CPO വിനു എന്നിവരടങ്ങുന്ന സംഘമാണ് കൊലപാതക കേസ് അന്വേഷിച്ചത്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയുടെ 4,53,00,000 വിഹിതം വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ ഷൊർണൂരിൽ പ്രതിഷേധവുമായി CPM രംഗത്ത് വന്നു. സംസ്ഥാന സർക്കാരിന്റെ അടിമകളല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം കൈകാര്യം ചെയ്യുന്നവരെന്നും അവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത P. മമ്മിക്കുട്ടി MLA പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയായിരുന്നു P. മമ്മിക്കുട്ടി MLAയുടെ പ്രസംഗം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം കൈകാര്യം ചെയ്യുന്നവർ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം വന്നവരാണെന്നും അവരാരും സംസ്ഥാന സർക്കാരിന്റെ അടിമകളല്ലെന്നും P. മമ്മിക്കുട്ടി MLA ഗാനപ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു അടിമകളല്ല ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം കൈകാര്യം ചെയ്യുന്നവർ. അത് ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും അല്ലേ. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ജനകീയാസൂത്രണ പ്രസ്ഥാനം പദ്ധതി നടപ്പാക്കുക വഴി തന്നെ ഈ കേരളത്തിൽ പദ്ധതി വിഹിതത്തിൻ്റെ 28, 30, 40% വരെയുള്ള ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വിട്ടുകൊടുത്തിരുന്നു. അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് കൈകാര്യം ചെയ്യാനുള്ള അധികാരവും കൊടുത്തിരുന്നു. സാധാരണ പറയാറുള്ള അധികാരവും സമ്പത്തും എന്നാണ്. ആ നിലയിലാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം ശക്തിപ്പെട്ടു വന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ ഏറെക്കുറെ നടത്തുന്നതിന് വേണ്ടി നമുക്ക് സാധ്യമായത്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയുടെ 4,53,00,000 വീതം വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെയാണ് CPM മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ ടൗണിൽ മുനിസിപ്പൽ ധർണ സംഘടിപ്പിച്ചത്. സർക്കാരിന്റെ ഈ നടപടി പിൻവലിക്കണമെന്ന ആവശ്യവുമായിരുന്നു. ധർണയിൽ CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല, നഗരസഭ മുൻ ചെയർമാൻ MK ജയപ്രകാശ്, നഗരസഭ മുൻ വൈസ് ചെയർപേഴ്സൺ സിന്ധു, വൈസ് ചെയർമാൻ VK അനുരാജ്, CPM കൊളപ്പള്ളി LC സെക്രട്ടറി M. സുരേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗമ്യ, രാജേഷ് എന്നിവർ സംസാരിച്ചു. ഇടവേള. വിജയത്തിന്റെ പുതിയ കഥകൾ, നമ്മുടെ മണ്ണിൽ നിന്നും ഉയർന്നു വന്നവർ. ഇത് ബിസിനസ് സ്റ്റോറീസ്. ഉടൻ വരുന്നു. കഴിഞ്ഞ 4.5 മാസമായി തദ്ദേശ വികസന ഫണ്ട് മുടങ്ങിയതോടെ പ്രാദേശിക വികസനവും നിശ്ചലമായെന്നും തദ്ദേശ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ലീഗ് മുഖ്യമന്ത്രി VD സതീശന് മുന്നിൽ നട്ടെല്ല് പണയം വെച്ചതായും മുൻ തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് കുറ്റപ്പെടുത്തി. അംഗൻവാടികളിലെ പോഷകാഹാര വിതരണവും പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനവും നിലച്ചു. ബഡ്സ് സ്കൂളിലെ ജീവനക്കാർക്ക് വേതനം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ബഡ്സ് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യം നിലച്ചു. ആരോഗ്യ പരിരക്ഷ മുൻനിർത്തി LDF സർക്കാരാണ് പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ ഉച്ചയ്ക്ക് ശേഷവും OP ആരംഭിച്ചത്. ഫണ്ട് ലഭിക്കാതെ ആയതോടെ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രവർത്തനം നിലച്ചു. സർക്കാർ വീതം നൽകേണ്ടത് കൊണ്ട് ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്ക് വീതം ലഭിക്കാത്ത സ്ഥിതി വന്നതോടെ ലൈഫ് ഭവന പദ്ധതിയും തകിടം മറിഞ്ഞു. 4.5 മാസമായിട്ടും തദ്ദേശ സ്ഥാപനങ്ങളിലെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യാനോ ക്രമീകരിക്കാനോ സർക്കാരിന് കഴിഞ്ഞില്ല. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഫണ്ട് അനുവദിക്കാതിരുന്നിട്ടും തദ്ദേശ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ലീഗ് ഒരക്ഷരം പ്രതികരിക്കുന്നില്ല. LDF സർക്കാരിനെതിരെ പ്രമേയം പാസാക്കിയ തദ്ദേശ വകുപ്പ് അധ്യക്ഷന്മാരും ഇപ്പോൾ നിശബ്ദത പാലിക്കുകയാണ്. ബക്കാടി മദ്യ കമ്പനിക്ക് നികുതി ഇളവ് നൽകാനുള്ള ഫയലിൽ ഒപ്പുവെച്ചത് 3 ദിവസം കൊണ്ടാണ്. ഇതിൽ നിന്നും സർക്കാരിന്റെ താൽപര്യം തദ്ദേശ വികസനക്ഷേമ പ്രവർത്തനങ്ങളോടല്ലെന്ന് വ്യക്തമാണെന്നും രാജേഷ് പറഞ്ഞു. നോക്കൂ, കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ 1200 തദ്ദേശ സ്ഥാപനങ്ങൾ ഇന്ന് നിശ്ചലാവസ്ഥയിലാണ്, പരിപൂർണമായ സ്തംഭനത്തിലാണ്. അത് ജനങ്ങളെ ബാധിക്കുകയാണ്. ഏതെല്ലാം തരത്തിലാണത് ജനങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്?
എല്ലാ വികസനക്ഷേമ പ്രവർത്തനങ്ങളും സ്തംഭിച്ചതിലൂടെയാണ് അത് ഇന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ അട്ടിമറിച്ചിട്ടുള്ളത്. അംഗനവാടി പോഷകാഹാര വിതരണം, അംഗൻവാടികളുടെ പോഷകാഹാര വിതരണം പൂർണ്ണമായിട്ട് നിലച്ചിരിക്കുകയാണ്. പാലിയേറ്റീവ് പ്രവർത്തനം പൂർണ്ണമായിട്ട് നിലച്ചിരിക്കുകയാണ്. 1,07,000-ഓളം ആളുകൾ വീട് പൊളിച്ചിട്ട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ലൈഫിൻ്റെ തുടർഗഡു കൊടുക്കണമെങ്കിൽ ഓരോ തദ്ദേശ സ്ഥാപനവും 20% വീതം അവരുടെ വികസന ഫണ്ടിൻ്റെ, സർക്കാർ കൊടുക്കുന്ന വികസന ഫണ്ടിൻ്റെ 20% ലൈഫിന് നീക്കിവെക്കേണ്ടതാണ്. എങ്ങനെ നീക്കിവെക്കും? ഫണ്ട് കൊടുക്കാതിരുന്നാൽ എങ്ങനെ നീക്കിവെക്കാൻ കഴിയും? അപ്പോൾ വീട് പൊളിച്ചിട്ടുള്ളവർ ഈ ഗഡു കിട്ടാതെ വലയുകയാണ്. അന്നത്തിൽ പോലും രാഷ്ട്രീയം കാണുന്നവരാണ് UDF സർക്കാരെന്ന് പൊതിച്ചോർ വിഷയത്തിൽ രാജേഷ് പ്രതികരിച്ചു. DYFI ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന മാനുഷിക പ്രവർത്തനങ്ങളാണ് ആശുപത്രികളിലെ പൊതിച്ചോർ വിതരണം. അതിനെ ഇല്ലാതാക്കാൻ K. മുരളീധരൻ എന്നല്ല ആർക്കും കഴിയില്ല. അടുക്കളയിൽ ബീഫുണ്ടോ എന്ന് നോക്കുന്ന BJP-കാരൻ്റെ മാനസികാവസ്ഥയിലാണ് മുരളീധരൻ പെരുമാറുന്നത്. മുൻ മുഖ്യമന്ത്രി K. കരുണാകരൻ പോലും DYFIയെ അംഗീകരിച്ചുവെന്ന് മുരളീധരൻ ഓർക്കണമെന്നും MP രാജേഷ് പറഞ്ഞു. TTEക്ക് യാത്രക്കാരിയുടെ മർദ്ദനത്തിൽ പരിക്കേറ്റു. ആലത്തൂർ സ്വദേശിയായ ഡെപ്യൂട്ടി ചീഫ് ട്രാവലിംഗ് എക്സാമിനർ സുജിത്തിനെയാണ് യാത്രക്കാരി ആക്രമിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 7:30 മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസിൽ ഫറൂഖ് സ്റ്റേഷന് സമീപത്താണ് സംഭവമുണ്ടായത്. ജനറൽ ടിക്കറ്റുമായാണ് പട്ടിത്തറ സ്വദേശിനി സ്ലീപ്പർ കോച്ചിൽ കയറി. TTയോട് സ്ലീപ്പർ ടിക്കറ്റ് ചോദിക്കുകയും സുജിത്ത് ഇല്ലെന്ന് മറുപടി നൽകി. എന്നാൽ യുവതി സ്ലീപ്പർ കോച്ചിൽ തന്നെ യാത്ര തുടർന്നു. അടുത്ത സ്റ്റോപ്പിൽ ട്രെയിൻ നിൽക്കുമ്പോൾ ജനറൽ കോച്ചിൽ മാറിക്കയറണമെന്നും അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരുമെന്നും പറഞ്ഞതിൽ ക്ഷുഭിതയായ യുവതി മുഖത്ത് മാന്തുകയും കൈകൊണ്ട് കുത്തുകയുമായിരുന്നുവെന്ന് സുജിത്ത് പറഞ്ഞു. പരിക്കേറ്റതിനെ തുടർന്ന് സുജിത്ത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മുഖത്ത് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ജോലി ചെയ്യുന്നതിനിടെ ആക്രമിച്ചതായി കാണിച്ച് സുജിത്ത് ഷൊർണൂർ റെയിൽവേ പോലീസിൽ പരാതി നൽകി. ഷൊർണൂർ റെയിൽവേ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതേസമയം യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞ യുവതിയും ഷൊർണൂർ റെയിൽവേ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷ MPമാരെയും ആക്രമിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് KSU സംഘടനകളുടെ നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. വിക്ടോറിയ കോളേജിന് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞതോടെയാണ് വലിയ രീതിയിലുള്ള തർക്കവും സംഘർഷവും രൂപപ്പെട്ടത്. ബാരിക്കേഡുകൾ തകർത്ത് അകത്തു കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് പലതവണ ജലപീരങ്കി ഉപയോഗിച്ചു. ചില പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന് പോസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെ പോലീസും സമരക്കാരും തമ്മിൽ രൂക്ഷമായ ഒന്നും തള്ളുമുണ്ടായി. പ്രതിഷേധ മാർച്ച് KM അഭിജിത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ശ്രീ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ഈ രാജ്യത്തെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അതിനോട് ഐക്യപ്പെട്ട് ഇന്ന് ഈ പാലക്കാടിന്റെ തെരുവോരങ്ങളിലേക്ക് സമരവുമായി കടന്നു വന്ന് നിങ്ങൾ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നേരത്തെ ജയഘോഷും നീലും സൂചിപ്പിച്ച പോലെ ഇന്ന് ഇതുപോലെയൊരു സമരത്തിന്റെ കാര്യകാരണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കാണുകയാണ്. ഏതാണ്ട് കഴിഞ്ഞൊരു മാസക്കാലമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, NSUയുടെ നേതൃത്വത്തിൽ, വിവിധ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഈ രാജ്യം വലിയൊരു സമരത്തെ സാക്ഷ്യം വഹിക്കുകയാണ്. ഒരു മാസക്കാലം മുൻപാണ് വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നേരെ നടന്നത് പോലീസ് നരനായാട്ട് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും ഇന്നത്തെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹി നരേന്ദ്രമോദിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് അധ്യക്ഷത വഹിച്ചു. സമരം ചെയ്ത നേതാക്കൾ ഉൾപ്പെടെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാർത്ഥി വിരുദ്ധ ജനാധിപത്യ വിരുദ്ധ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമായി തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ OK ഫാറൂഖ്, C വിഷ്ണു, വിനോദ് ചറാട്, ജിതേഷ് നാരായണൻ, അരുൺകുമാർ പാലിക്കുരിശി, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അജാസ് കുഴൽമന്നം, ദിജു ദിവാകരൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ EK ജസീൽ, PT അജ്മൽ, ശ്യാം, ദേവദാസ്, സതീഷ് തിരുവാലത്തൂർ, വിനീഷ് കരിമ്പാറ, KSU ജില്ലാ ഭാരവാഹികളായ രഞ്ജിത്ത്, ആകാശ് കുഴൽമന്നം, നിതിൻ ഫാത്തിമ, റോഷിദ് നെന്മാറ, ദിലീപ് നെല്ലിയാമ്പതി, നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ PS വിപിൻ,
മനു പ്രസാദ്, വിനോദ് കളത്തൊടി, വിനോജ് രാമൻ, നസീർ മാസ്റ്റർ, പത്മകുമാർ മേലാർക്കോട്, റിയാസ് യൂസഫ് എന്നിവർ നേതൃത്വം നൽകി. ഷൊർണൂർ നഗരസഭ പരിധിയിലെ കണയം ക്വാറി വിഷയത്തിൽ നഗരസഭ വീണ്ടും ഇടപെട്ടു. ക്വാറിയോട് ചേർന്ന സ്ഥലത്ത് അനുമതിയില്ലാതെ പാറ പൊട്ടിച്ച സാഹചര്യത്തിലും പരിസര നിവാസികളുടെ പരാതി വന്ന സാഹചര്യത്തിലുമാണ് നഗരസഭാ അധികൃതർ ക്വാറി സന്ദർശിച്ചത്. നഗരസഭാ സെക്രട്ടറി ക്വാറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി നിലവിൽ കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യണമെന്നും സെക്രട്ടറി ആവശ്യപ്പെട്ടു. കണയം കല്ലുരുട്ടി ക്വാറിയോട് ചേർന്നുള്ള പുതിയ സ്ഥലത്ത് അനുമതിയില്ലാതെ പാറ പൊട്ടിക്കുന്നുവെന്ന പരിസരവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭ വിഷയത്തിൽ വീണ്ടും ഇടപെട്ടത്. ബുധനാഴ്ച ഉച്ചയോടുകൂടി നഗരസഭാ അധികൃതർ ക്വാറി സന്ദർശിച്ചു. ഒപ്പം പ്രദേശവാസികളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ നഗരസഭ ഭരണസമിതിയുടെ കാലത്ത് ക്വാറിക്ക് പ്രവർത്തനാനുമതി നൽകിയില്ലെങ്കിലും ഹൈക്കോടതി വിധി സംഭവിച്ച് ക്വാറി പ്രവർത്തിച്ചു വരുന്നതെന്ന് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ക്വാറിയോട് ചേർന്നുള്ള പുതിയ സ്ഥലത്ത് പാറ പൊട്ടിക്കൽ അനുമതിയില്ലാത്ത സാഹചര്യത്തിൽ നിവാസികളുടെ പരാതിയെ തുടർന്നാണ് പ്രശ്നം ഗൗരവത്തോടെ മനസ്സിലാക്കി നഗരസഭാ അധികാരികളുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പുതിയ സ്ഥലത്തെ ഖനനം അനുവദിക്കില്ലെന്നും നിലവിൽ കൂട്ടിയിട്ടിരിക്കുന്ന മൺകൂന ഉടൻ മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പി നിർമ്മല പറഞ്ഞു. 30/3/2023 കൗൺസിലിൽ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് പ്രദേശവാസികളുടെ ഒരു സൗകര്യം കണക്കിലെടുത്ത് അവർക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുക, അതുപോലെ മനുഷ്യജീവന് ആപത്ത് വരും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ ക്വാറിക്ക് അനുവാദം നൽകാൻ സാധിക്കില്ല എന്നാണ് അന്നത്തെ കൗൺസിൽ എടുത്തിട്ടുള്ള തീരുമാനം. അവിടുന്ന് അനുമതി ലഭിക്കാത്തത് കാരണമാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഇതിൻ്റെ അനുമതി വാങ്ങിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ പുതിയതായി വാങ്ങിയിട്ടുള്ള സ്ഥലത്ത് ഇവർ പുതിയതായിട്ട് ഖനനം നടത്തുകയാണ്. അപ്പോൾ അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് വലിയ മൺകൂനയാണ് കൂട്ടിയിട്ടുള്ളത്. ആ മൺകൂന അപകടം ഉണ്ടാക്കും. ഇപ്പോൾ വയനാട് ദുരന്തങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അത് കാരണം അവർക്ക് ഈ മൺകൂനയും കൂടി നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടീസും കൊടുക്കുന്നുണ്ട്. നിയമപരമായി എങ്ങനെ ഇടപെടാൻ എന്ന് പരിശോധിച്ചു വരികയാണെന്നും ക്വാറി വിഷയത്തിൽ ജനങ്ങൾക്ക് ഒപ്പമാണ് നഗരസഭയെന്നും വൈസ് ചെയർമാൻ VK അനുരാജും പറഞ്ഞു. അനുമതിയില്ലാത്ത സ്ഥലത്ത് ക്വാറിയുമായിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചതിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നിലവിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാനും ഇതിൻ്റെ ഭാഗമായിട്ട് ഹൈക്കോടതി നഗരസഭ ഇടപെട്ടുകൊണ്ട് ഇതെങ്ങനെ നിയമപരമായിട്ട് ഇടപെടാൻ കഴിയും എന്നുകൂടി ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഇങ്ങനെയുള്ള വലിയ മൺകൂനകൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണം എന്നതുമായിട്ടുള്ള നോട്ടീസും ഇതിൻ്റെ ഭാഗമായിട്ട് നഗരസഭാ ഉദ്യോഗസ്ഥന്മാർ ഏതാനും മണിക്കൂറുകൾക്കകം ഇവിടെ എത്തിയിട്ട് അത് തിരികെ കൊടുക്കുന്നതായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം നഗരസഭാ സെക്രട്ടറി ക്വാറിയിലെത്തിയ ശേഷം സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു. ക്വാറി പ്രവർത്തനത്തിൽ പരിസരവാസികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. എന്തുതന്നെയായാലും പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് ഫലം കണ്ടു നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയതിൽ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കഞ്ചിക്കോട് സ്കൂളിലെ ശിക്ഷാ നടപടി അധ്യാപകന് വീഴ്ച സംഭവിച്ചതായി ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കി. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് മികവുറ്റ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് അധ്യാപകർ ശ്രമിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. 6ാം ക്ലാസ് വിദ്യാർത്ഥികളെ അധ്യാപകൻ ശിക്ഷിച്ച സംഭവം കുട്ടികളെ മാനസികമായും ശാരീരികമായും തളർത്തിയതായും കമ്മീഷൻ അംഗങ്ങൾ പറഞ്ഞു. ഗവൺമെന്റ് HSSലെ സ്കൂളിൽ കായികാധ്യാപകൻ കുട്ടികളെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ തെളിവെടുപ്പ് നടത്തി. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് മികവുറ്റ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് അധ്യാപകർ ശ്രമിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികളെ അധ്യാപകൻ ശിക്ഷിച്ച സംഭവം കുട്ടികളെ മാനസികമായും ശാരീരികമായും തളർത്തിയായി കമ്മീഷൻ അംഗങ്ങൾ പറഞ്ഞു. സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുമായി നേരിട്ട് സംസാരിച്ചതായും അധ്യാപകന് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും അംഗങ്ങൾ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് B മോഹൻകുമാർ, ഡോക്ടർ F വിൽസൺ, KK ഷാജു എന്നിവർ അറിയിച്ചു. എന്തായാലും ഈ സ്കൂളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കുട്ടികൾക്ക് നൽകപ്പെടുന്ന ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, ഭരണഘടന ഉറപ്പ് നൽകുന്ന ആ വിദ്യാഭ്യാസം അത് യഥേഷ്ടം കിട്ടുന്ന രീതിയിലേക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരായി ചില അധ്യാപകരെങ്കിലും മാറേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ കുട്ടികളുടെ സംവാദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അതിനാവശ്യമായ നിർദ്ദേശം ഞങ്ങളിപ്പോൾ അധ്യാപകരുടെ ആ മീറ്റിങ്ങിൽ ഞങ്ങൾ അവരെ അറിയിക്കും. ഇവിടെ ഉണ്ടായ വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ പോലീസ് കേസെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിനോട് അതിനകത്ത് റിപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടതിന് ശേഷം തുടർ നടപടി എന്താണെന്ന് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം അത് തീരുമാനിക്കുകയും ചെയ്യും. ഡൽഹിയിൽ സമരം ചെയ്യുന്ന CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച് SFI പാലക്കാട്
ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. സമരത്തെ പ്രതിരോധിക്കാൻ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് SFI പ്രവർത്തകർ മറിച്ചിട്ടു. SFI പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ CJP നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് SFI ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പോസ്റ്റ് ഓഫീസിനകലെ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചെങ്കിലും ബാരിക്കേഡ് മറിച്ചിട്ട് SFI ജില്ലാ സെക്രട്ടറി അഭിഷേക് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ മറികടന്നതോടെ സമരം കൂടുതൽ സംഘർഷാവത്തിലേക്ക് നീങ്ങി. ആയിരക്കണക്കിന് വരുന്ന SFI പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന സ്ഥിതി വന്നതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ബാരിക്കേഡ് മറികടന്ന അഭിഷേകിനെ അറസ്റ്റ് ചെയ്തു മാറ്റിയെങ്കിലും അഭിഷേകിനെ വിട്ടുകിട്ടാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാട് SFI സ്വീകരിച്ചതോടെ അഭിഷേകിനെ പോലീസ് തിരിച്ചെത്തിച്ചു. SFI സമരം ഏറ്റെടുത്താൽ ഒരിഞ്ച് പിന്നോട്ട് പോയില്ലെന്നും വിദ്യാഭ്യാസമുണ്ടായിട്ടും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ത്യയിലെന്നും സമരം ഉദ്ഘാടനം ചെയ്ത SFI പ്രസിഡന്റ് KS അമൽ പറഞ്ഞു. ആ ഇരിക്കുന്നത് ഞാൻ പ്രതീക്ഷയോട് വളർത്തിയ എന്റെ മകനാണ്. പക്ഷേ ഈ നീറ്റ് കുംഭകോണത്തിന്റെ ഭാഗമായി എപ്പോഴോ ജീവിതമൊന്ന് പതറിയെന്ന് തോന്നിയപ്പോൾ അവൻ എന്നോട് ചോദിക്കാതെ യാത്ര പറഞ്ഞു പോയി. അവന് വേണ്ടി ചോദ്യം ചോദിക്കാൻ 1000 സഹോദരന്മാർ ഇവിടെ വന്നിരിക്കുമ്പോൾ അവരുടെ പിതാവായി ഞാൻ ഈ സമരരംഗത്തിലേക്ക് വന്നെത്തിയില്ലെങ്കിൽ പിന്നെ എന്താണ് എന്റെ ഉത്തരവാദിത്തമെന്ന്. രാജ്യത്തെ സുപ്രധാന പരീക്ഷകളെല്ലാം ക്രമിക്കേണ്ട നടന്നു. വിദ്യാഭ്യാസ രംഗത്തെ കാവ്യോൽക്കരണം അംഗീകരിക്കില്ലെന്നും അമൽ പറഞ്ഞു. SFI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാദുൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വിപിൻ, സംസ്ഥാന കമ്മിറ്റി അംഗം വിഷ്ണുപ്രിയ, ജില്ലാ സെക്രട്ടറി അഭിഷേക് എന്നിവർ സംസാരിച്ചു. സമരം സംഘർഷത്തിലേക്ക് നീങ്ങുന്നതോടെ SFI മുൻ സംസ്ഥാന സെക്രട്ടറി ആർഷോ, DYFI ജില്ലാ പ്രസിഡന്റ് ജയദേവൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുക, സർവകലാശാലകളിൽ ഗവർണറുടെ അധികാരം എടുത്തുമാറ്റുക, സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലറെ നിയമിക്കുക തുടങ്ങിയ 108 ആവശ്യങ്ങൾ ഉന്നയിച്ച അവകാശ പത്രിക SFI ജില്ലാ കമ്മിറ്റി കലക്ടർക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന KSRTC ഇന്ദിര പ്രിയദർശിനി സിറ്റി സർവീസ് ആരംഭിച്ചത് വെള്ളിയാഴ്ചയായിരുന്നു. രമേശ് പിഷാരടി MLAയുടെ 111 കർമ്മ പദ്ധതിയിൽ ഉൾപ്പെട്ട KSRTC പ്രിയദർശിനി പദ്ധതി യാഥാർത്ഥ്യമായത് അതിവേഗമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ ഏറെ പേർ ആവശ്യപ്പെട്ട സിറ്റി സർവീസ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് ഒരുമിച്ച് നീങ്ങണമെന്നും പിഷാരടി ഫ്ലാഗ് ഓഫ് വേളയിൽ പറഞ്ഞു. നഗരത്തിലെ കളക്ടറേറ്റ് ഉൾപ്പെടുന്ന സർക്കാർ ഓഫീസുകൾ, സ്കൂളുകൾ, കോളേജുകൾ, പാലക്കാട് കല്ലേക്കാട് മെഡിക്കൽ കോളേജുകൾ, ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയെ കേന്ദ്രീകരിച്ചാണ് KSRTC പ്രിയദർശിനി സിറ്റി സർവീസ് ആരംഭിച്ചത്. കൂടുതൽ യാത്രക്കാർക്ക് ഗുണകരമാകുന്ന രീതിയിൽ സർവീസ് ക്രമീകരിക്കും. ഫ്ലാഗ് ഓഫ് വേളയിൽ കൗൺസിലർ അഷ്കർ അധ്യക്ഷത വഹിച്ചു. DTO ജോഷി, ടെക്നിക്കൽ ഓഫീസർ മഹേഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CV സതീഷ്, CMB ജില്ലാ സെക്രട്ടറി P കലാധരൻ, KSRTC സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടക്ടർക്ക് ടിക്കറ്റ് മെഷീനും ബാഗും കൈമാറിയ MLA കന്നിയാത്രയും നടത്തി. പ്രിയദർശിനി സൗജന്യ യാത്ര തുടങ്ങിയതിനു ശേഷം ബസ്സുകൾക്കുള്ള ഡിമാൻഡും ആളുകൾ ആവശ്യപ്പെടുന്ന റൂട്ടുകളുമെല്ലാം നമുക്ക് പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളും എത്രയോ കൂടുതലാണ്. എല്ലാ സ്ഥലങ്ങളിലും വലിയ ആവശ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇത് അനുവദിച്ച് കിട്ടുക എന്ന് പറയുന്നത് അല്പം ശ്രമകരമാണ്. അവിടെ നമ്മളോടൊപ്പം നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട വകുപ്പ് മന്ത്രി CP ജോൺ സാറിന് ഞാൻ നമ്മുടെ പാലക്കാടിന്റെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ അധികാരികളുടെ മൗനം. തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാൻ ബസ് ഉടമകൾ തീരുമാനിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നതായും ഈ റൂട്ടിലോടുന്ന 70ഓളം ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുകയാണെന്നും ബസ് ഉടമകളുടെ സംയുക്ത സമിതി തീരുമാനിച്ചു. ഒറ്റപ്പാലത്ത് നിന്ന് ചെർപ്പളശ്ശേരിയിലേക്ക് ഓടുന്ന സ്വകാര്യ ബസ്സുകളുടെ യാത്രാ ദുരിതം 2 വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി പലതവണ അധികാരികൾക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. 70ഓളം ബസ്സുകൾ ഓടുന്ന ഈ റൂട്ടിൽ റോഡിൻ്റെ ശോചനീയാവസ്ഥ മൂലം ബസ്സുകൾക്ക് ചെയ്സുകളും ടയർ, ലീഫ്, ഫുട്ബോർഡ്, ഗ്ലാസ്, ബോഡി എന്നിവയ്ക്കും കേടുപാടുകൾ ഉണ്ടാകുന്നത് പതിവായിരിക്കുകയാണ്. ബസ്സുകൾ തകരാർ മൂലം പാതി വഴിയിൽ വെച്ച് നിർത്തിവെക്കേണ്ടി വരുന്നതും സമയനഷ്ടം മൂലം യാത്രക്കാരെ കയറ്റാൻ പറ്റാത്തതിനാലും വലിയ സാമ്പത്തിക നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് തരണമെന്നാവശ്യപ്പെട്ട് 20/7/2026 ഈ റൂട്ടിലെ ബസ്സുകൾ ഒരു സൂചനാ സമരം നടത്തിയിട്ട് പോലും അധികൃതരുടെ ഭാഗത്ത് യാതൊരുവിധ തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. റോഡിൻ്റെ തകരാറ് മൂലം ബസ്സുകൾ ഓടിക്കാൻ ഒരു വിധത്തിലും നിർവാഹമില്ലാത്തതിനാൽ 27/7/2026 തിങ്കളാഴ്ച മുതൽ ഈ റൂട്ടിലെ മുഴുവൻ ബസ്സുകളും അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാൻ തീരുമാനിച്ചതായും ഒരു ശാശ്വത പരിഹാരം കാണുന്നതിനായി എല്ലാ നല്ലവരായ യാത്രക്കാരും നാട്ടുകാരും തങ്ങളോട് സഹകരിക്കണമെന്നും ബസ്സുടമകൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡ് 2 വർഷക്കാലമായി
ദുരിതത്തിലാണ് ഞങ്ങൾ ബസ് ഉടമകൾ, തൊഴിലാളികൾ. പലതവണ നമ്മൾ അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടും, ഉദ്യോഗസ്ഥർക്കാണെങ്കിലും MLA-മാർക്കാണെങ്കിലും RTO, പോലീസ്, അങ്ങനെ നിരവധി തവണ പരാതി കൊടുത്തിട്ടും ഒരു നടപടി ഉണ്ടായിട്ടില്ല. 80ഓളം ബസ്സുകളിൽ 70ഓളം ബസ്സുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. 10 ബസ്സുകൾ ഇപ്പോൾ സർവീസ് നിർത്തിയിരിക്കുകയാണ്, ഓടാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതിൽ ലീഫാണെങ്കിലും ടയറാണെങ്കിലും ചെയിസ് ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും ഇതെല്ലാം പൊട്ടി എന്നും വർക്ക്ഷോപ്പുകാർക്കും പേപ്പേഴ്സ് കടക്കാർക്കും ഇപ്പോൾ കൊടുക്കാനാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. വലിയ സാമ്പത്തിക നഷ്ടത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ സർവീസ് ഇത്രയും കാലം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 8 മാസം മുന്നേ ഒരു സമരം ഞങ്ങൾ പ്രഖ്യാപിച്ചു, സൂചനാ സമരം നടത്താൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അനിശ്ചിതകാലം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ MLA, PWD, അതിലെ കോൺട്രാക്റ്റുകാരനും ജനപ്രതിനിധികളും വിളിച്ച് ഞങ്ങൾ യോഗം കൂടി. അതിൽ അവർ റോഡ് സ്ഥിരമായി ഞങ്ങൾക്ക് കേടുപാടുകൾ നിർത്തി തരാമെന്നും പറഞ്ഞ് ഞങ്ങൾ സമരം പിൻവലിച്ചപ്പോൾ അന്ന് കുറച്ച് മണ്ണ് ഇട്ടിട്ട് തൽക്കാലം ഒരു ചെറിയ മണ്ണിട്ടിട്ട് പൊടിയിട്ട് അടുത്ത മഴ വരുമ്പോൾ അത് പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ അടുത്തായിട്ട് 1.5 മാസമായിട്ട് ഒരു പരാതി കൊടുത്തു. ഞങ്ങൾക്ക് നിർത്തേണ്ടി വരും, ഈ സർവീസ് നിർത്തേണ്ടി വരും, ഞങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമാണ്, വണ്ടികൾക്ക് ആളെടുക്കാൻ കഴിയുന്നില്ല, സമയത്തിനോട് എത്തിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. KS സുനിൽ റഹ്മാൻ, PK സിദ്ദിഖ്, അലി ജയ്ഹിദ്, P രാജേഷ്, P കൃഷ്ണകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ ആഴ്ചത്തെ ആഴ്ചക്കാഴ്ച ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.